എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. എന്റെ ഇന്നത്തെ ക്ലാസ് മലയാളത്തിന്റെ ക്ലാസ് തന്നെയാണ്. കുറച്ചായിട്ട് വീഡിയോ ഇടാനാണ് ഞാൻ പോകുന്നത്. കുറെ കുട്ടികൾ പറഞ്ഞിരുന്നു, കമന്റിൽ അറിയിച്ചിരുന്നു നല്ല കുറച്ച് ആയിട്ട് ഇടാനായിട്ട്. കൂടുതലായിട്ടുള്ള ക്ലാസ്സുകളാണ് 3 വീഡിയോ ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ. ക്ലാസ് സ്വരാക്ഷരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വരാക്ഷരങ്ങൾ മീൻസ് എന്താണ്? ആ ആ, ഇ ഈ, ഉ ഊ അല്ലെ, ഇതാണ് സ്വരാക്ഷരങ്ങൾ. അപ്പൊ അതിന്റെ കൂടെ തന്നെ കെട്ടുപുള്ളികളും പഠിക്കണം അല്ലെ. ആ കെട്ടുപുള്ളികൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കുറച്ചുകൂടി ടിപ്സ് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രക്കലയാണ് അല്ലെ. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രക്കല. അപ്പോ ഷിഫ്റ്റ് ഡി എന്ന് പറഞ്ഞാൽ ആ എന്നുള്ള അക്ഷരമാണ്. ഇതാണ് ആ. അതെങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഉച്ചാരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് അല്ലെ. ഡി എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കലയാണ്. അപ്പൊ നമുക്ക് ഉച്ചാരണം എന്താണ്? അപ്പൊ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത എന്ത് സംഭവിക്കും? ആ എന്നുള്ള അക്ഷരമാണ് അല്ലെ. നെക്സ്റ്റ് വേർഡാണ് ഇ. ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അല്ലെ, അതൊരു ദീർഘമാണ്. അപ്പൊ ഷിഫ്റ്റ് ഇ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ സ്വരാക്ഷരം അല്ലെ. ഇ എന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ. അപ്പൊ ഷിഫ്റ്റ് ഇ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലോ ആ. അത് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് കെട്ടുപുള്ളിയാണ്. എഫ്. എഫ് എന്ന് പറഞ്ഞെങ്കിൽ കി, മി, തി ഉദാഹരണമാണ്. അപ്പൊ ഷിഫ്റ്റ് എഫ് പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഷിഫ്റ്റ് എഫ് ഇ. ക്ലിയർ? ഇനി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടുപുള്ളി ഇ. കെട്ടുപുള്ളി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ എന്ന് പറഞ്ഞത് കീ, തീ എന്ന് പറയില്ലേ, അതിന്റെ കെട്ടുപുള്ളി. ജി ആണ് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഷിഫ്റ്റ് ജി പ്രസ് ചെയ്താൽ ഉ എന്നുള്ള അക്ഷരം കേട്ടോ. ടി എന്താണ്? ഊ. അപ്പോ ഷിഫ്റ്റ് ടി പ്രസ് ചെയ്താൽ ഊ എന്ന് പറഞ്ഞ അക്ഷരം. ഓക്കെ, നെക്സ്റ്റ് പ്രാക്ടിക്കലോട് തന്നെ മനസ്സിലാക്കി തരാം. ഇങ്ങനെ പറഞ്ഞാൽ ജസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പൊ പ്രാക്ടിക്കൽ ആണെങ്കിൽ നല്ല പോലെ ക്ലിയർ ആവും. ഓക്കെ, ജി എഫ് ടി എഫ് ആർ എഫ് മനസ്സിലായല്ലോ. ജി എഫ് ടി എഫ് ആർ എഫ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ അക്ഷരവും ഒരുവിധം മനസ്സിലാക്കാം അല്ലെ. ഇപ്പോൾ പറഞ്ഞ സ്വരാക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ജി എഫ് ടി എഫ് എന്ന് പറഞ്ഞെങ്കിൽ ജി എന്ന് പറഞ്ഞെങ്കിൽ ഉ അല്ലെ. അപ്പോ എഫ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? വള്ളി. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഈ ചെറിയ വീഡിയോ ഇടുന്നതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ അക്ഷരങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് തന്നെ ആരും സ്പീഡാവില്ല കേട്ടോ. മലയാളത്തിൽ കൂടുതലായിട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് തന്നെ ടൈപ്പ് ചെയ്ത് മാത്രമേ മലയാളം സ്പീഡാവുള്ളൂ. ഫസ്റ്റ് തന്നെ എന്താ പഠിക്കേണ്ടത്? അക്ഷരങ്ങളാണ് പഠിക്കേണ്ടത്. അതാണ് ഞാൻ കുറച്ചായിട്ട് വീഡിയോ ഇടുന്നത്. ഓൺലൈൻ ക്ലാസ്സിന് താല്പര്യമുള്ളവർ മലയാളം ആയാലും കോഴ്സ് ആയാലും എടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കമന്റിൽ അറിയിക്കണം. വാട്സപ്പും ചെയ്തോളൂ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് ISMന്റെ ക്ലാസ് ആണ്. ഇന്ന് എടുക്കുന്നത് സ്വരാക്ഷരങ്ങളാണ് കേട്ടോ. സ്വരാക്ഷരങ്ങൾ ആ എന്താണ്? ആ ആ അല്ലെ, ഇ ഈ, ഉ ഊ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് പറയാം. ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഡി ആണ്. എന്താണ്? ഷിഫ്റ്റ് ഡി. നെക്സ്റ്റ് എന്താണ്? ആ എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ഇ ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഇത് മനസ്സിലാക്കി വെക്കുക? എല്ലാവരും ചോദിക്കും വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ അല്ലെ. അപ്പൊ ഞാൻ കുറച്ചും കൂടിയും എന്താണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട്, ഓർമ്മിക്കാനായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാനിത് പറഞ്ഞുതരാം കേട്ടോ. ഇതിന് ലാസ്റ്റിക്ക് ഞാനൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ, GF അതുപോലെ തന്നെ TF RF. ഓക്കെ, അപ്പോ ഇതെന്താണ്? കീബോർഡിൽ നമ്മുടെ അക്ഷരം ഉണ്ട് GF TF RF. ശരിക്കും പറയുകയാണെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച കുട്ടികൾക്ക് അറിയാൻ പറ്റും കേട്ടോ. എല്ലാത്ത കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മള് ലെഫ്റ്റ് ഹാൻഡിന്റെ ചെറുവിരലായിട്ടാണ് നമ്മൾ അടിക്കുന്നത്. GF TF ചെറുവിരൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ചൂണ്ടാണി വിരൽ, ചെറുവിരൽ ചൂണ്ടാണി വിരൽ, ലെഫ്റ്റ് ഹാൻഡിന്റെ ചൂണ്ടാണി വിരലാണ് ഇത് ഉപയോഗിക്കുന്നത്. GF TF RF. ഓക്കെ, അതാണ്. അപ്പൊ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ. GF TF RF എന്ന് പറഞ്ഞാൽ കെട്ടുപുള്ളികളാണ്. ഒന്ന് മനസ്സിലാക്കാം. എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്, അല്ലെങ്കിൽ ജി എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ്. അപ്പൊ GF ഞാൻ ഫസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കു എന്ന് പറഞ്ഞ അക്ഷരം അല്ലെ. എന്താണ്? കു, സ്കു, ടു എന്നൊക്കെ പറയില്ലേ നമ്മള്. അപ്പൊ അങ്ങനെയുള്ള കെട്ടുപുള്ളിയാണത്. അപ്പൊ ജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ജി ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഷിഫ്റ്റ് ഒന്നും അല്ല കേട്ടോ, ജി ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉ എന്നുള്ള അക്ഷരം വരും അല്ലെ. അപ്പൊ ഷിഫ്റ്റ് ജി പ്രസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ഉ.
അല്ലെ, സ്വരാക്ഷരങ്ങൾ അല്ലെ, ഉ. ക്ലിയർ? ഇപ്പൊ മനസ്സിലായി? ഉ പഠിച്ചില്ലേ? ഇനി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാം. ടി, ഊ, ഈ അക്ഷരം ഊ അല്ലെ. അപ്പോ ഷിഫ്റ്റ് ടി പ്രസ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഊ എന്ന് പറഞ്ഞ അക്ഷരം അല്ലെ, അതും നമ്മൾ പഠിച്ചു. അപ്പൊ ടി പ്രസ് ചെയ്താൽ ഊ എന്ന് പറഞ്ഞ കെട്ടുപൊളി വരും. ഷിഫ്റ്റ് ടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഊ. ഇപ്പൊ പഠിച്ചില്ലേ? അപ്പൊ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ആറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്ന് പറഞ്ഞ കെട്ടുപൊളി അല്ലെ, ഈ. അപ്പൊ ഷിഫ്റ്റ് 6 പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ എന്ന് പറഞ്ഞ അക്ഷരം. ക്ലിയർ? അതും പഠിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നോക്കി, ഇവിടെ വള്ളിയാണ് അല്ലെ. അപ്പൊ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത്? ഇങ്ങനെ വള്ളി എന്നാണ് അല്ലെ, ഇതുപോലെ. അപ്പൊ നോക്കിയേ, ടി, പി, കി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉച്ചാരണം നോക്കൂ. ഉച്ചാരണം നോക്കി തന്നെ നമുക്ക് പഠിക്കണമെങ്കിൽ എളുപ്പമാണ്. അപ്പൊ സി, കി എന്നൊക്കെ പറയുമ്പോൾ ഷിഫ്റ്റ് വെറുതെ ഒരു എഫ് ക്ലിക്ക് ചെയ്താൽ, എഫ് മാത്രം ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കെട്ടുപൊളി വരും, എന്ത്? വള്ളി പോലെ അല്ലെ. അപ്പൊ ഈ, കി എന്ന് പറഞ്ഞ അക്ഷരം അല്ലെ. അപ്പോ എന്താണ്? ഷിഫ്റ്റ് എഫ് പ്രസ് ചെയ്താൽ ഇ എന്ന് പറഞ്ഞ അക്ഷരം, എന്താണ്? ഇ. ക്ലിയർ? അപ്പൊ എഫ് വള്ളി, അപ്പൊ ഷിഫ്റ്റ് എഫ് പ്രസ് ചെയ്താൽ ഇ എന്ന് പറഞ്ഞ അക്ഷരം. ക്ലിയർ? അപ്പോ നമ്മൾ വേറെ അക്ഷരങ്ങളോട് കൂട്ടിച്ചേർന്ന് പറയുമ്പോൾ കി, പി എന്നൊക്കെ പറയുമ്പോൾ ഇ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യം പഠിക്കുക. ആദ്യം ഫസ്റ്റ് ഇങ്ങനെ പഠിക്കുക, വെറുതെ ജി എഫ് ആർ ടി എഫ് ആർ. അപ്പൊ ജി എഫ് ടി എഫ് എന്താണ്, ആർ എഫ് എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത് 4 പഠിച്ചു അല്ലെ. വള്ളികൾ ഫുള്ളും പഠിക്കും നമ്മൾ അല്ലെ. ഇനി ഇതിലേക്ക് മുകളിലേക്ക് വരിക. ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ഡി പ്രസ് ചെയ്താൽ, ജസ്റ്റ് ഒരു ഡി പ്രസ് ചെയ്താൽ, ഷിഫ്റ്റ് ഒന്നും വേണ്ട, വെറുതെ ഡി പ്രസ് ചെയ്താൽ എന്താണ്? എന്ന് പറഞ്ഞ അക്ഷരം അല്ലെ. അപ്പൊ ഒന്ന് ആലോചിച്ചേ, ക, ചന്ദ്രക്കലയാണ് കേട്ടോ പറയുന്നത്. എന്ന് പറഞ്ഞത് ക, ത, മ, പ എന്നൊക്കെ പറയും, എന്ന് പറഞ്ഞ അക്ഷരം അല്ലെ. അപ്പൊ തന്നെ മനസ്സിലാക്കാം, ഷിഫ്റ്റ് ഇതിൽ കൂടെ ഈ ഡിയുടെ ഇതിൽ കൂടെ ഷിഫ്റ്റും കൂടിയും പ്രസ് ചെയ്താൽ ആ എന്ന് പറഞ്ഞ അക്ഷരം വരും അല്ലെ. ആ ഉച്ചാരണം മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഡി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ അക്ഷരം. അപ്പൊ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്താൽ ആ. ഓക്കെ, ഇനി അടുത്തത് ആ. ഈ വെറുതെ ഒരു ഈ പ്രസ് ചെയ്താൽ ആ എന്ന് പറഞ്ഞ അക്ഷരം അല്ലെ, ദീർഘം. അപ്പോ ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ആ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ദീർഘമാണ് അല്ലെ. എഫ് എന്ന് പറഞ്ഞാണെങ്കിൽ വള്ളിയാണ് അല്ലെ. അപ്പോ ഷിഫ്റ്റ് എഫ് പ്രസ് ചെയ്താൽ എന്താണ്? ഇ. എന്താണ്? ഇ. നെക്സ്റ്റ് 6 പ്രസ് ചെയ്താൽ എന്ത്? കെട്ടുപുള്ളി അല്ലെ, 6 ഈ. അപ്പൊ ഷിഫ്റ്റ് 6 പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? ഈ എന്ന് പറഞ്ഞ അക്ഷരം വരും. അപ്പോ ഈ ഭാഗത്തുള്ളതൊക്കെ ഏത്? ഈ ഭാഗത്തുള്ളതൊക്കെ എന്താണ്? ഇവിടെ ഈ ഭാഗത്തുള്ളതൊക്കെ ഷിഫ്റ്റ് പ്രസ് ചെയ്യാതെ നോക്കുക, വെറുതെ ഡി, ചന്ദ്രക്കല. അപ്പൊ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്താൽ ആ. ഈ എന്ന് പറഞ്ഞ ആ. അപ്പൊ ഷിഫ്റ്റ് ഇ പ്രസ് ചെയ്താൽ ആ. ഇങ്ങനെ പഠിക്കാം. എഫ് വള്ളി അല്ലെ. അപ്പൊ ഷിഫ്റ്റ് എഫ് പ്രസ് ചെയ്താൽ ഇ. അപ്പൊ ഈ എഫ് എന്ന് പറഞ്ഞ ഇ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക എന്താണ്? അപ്പൊ എഫ് ഇ എന്ന് പറഞ്ഞെങ്കിൽ വള്ളി അല്ലെ, കി, ഇ, മീ, പി എന്നൊക്കെ പറയുമ്പോൾ ഇ അല്ലേ. അപ്പൊ ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ ഇ. ആർ എന്ന് പറഞ്ഞാൽ ഇ. അപ്പൊ തോന്നുന്നു ഷിഫ്റ്റ് ആർ പ്രസ് ചെയ്താൽ ഇ. കേട്ടോ, നല്ല എളുപ്പമാണ് പഠിക്കാനായിട്ട്. ജി എന്ന് പറഞ്ഞാൽ ഉ. അപ്പൊ ഷിഫ്റ്റ് ജി പ്രസ് ചെയ്താൽ ഉ. ഓക്കെ, അതുപോലെ തന്നെ ടി എന്ന് പറഞ്ഞാൽ ഊ. അപ്പൊ ഷിഫ്റ്റ് ടി പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഊ. എന്തൊരു വേഗം എളുപ്പം പഠിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ വളരെ എളുപ്പത്തിലാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഉച്ചാരണത്തിലൂടെ പഠിക്കാമെന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെക്കാനായിട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സ്വരാക്ഷരങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ എത്ര അക്ഷരം പഠിച്ചു? കെട്ടുപുള്ളികൾ 4 പഠിച്ചു അല്ലെ. അപ്പൊ എന്താണ്? ജി പഠിച്ചു, ഉ. എഫ് പഠിച്ചു, എന്താണ്? വള്ളി. 6 പഠിച്ചു, ഈ. ടി പഠിച്ചു, ഊ. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മലയാളം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പോ ഇങ്ങനെ നിങ്ങൾ എഴുതി വെക്കുക, ഷിഫ്റ്റ് എഴുതി വെക്കുക നോട്ട് ബുക്കില്. പിന്നെ എഫ് എഴുതി വെക്കാം, ആർ എഴുതി വെക്കാം. ഇതൊക്കെ ഓർത്ത് വെക്കാനുള്ള ഒരു ടിപ്സ് ആണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കാം. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് നല്ല പോലെ പഠിക്കണം കേട്ടോ. അടുത്ത ക്ലാസ് നെക്സ്റ്റ് ഉണ്ടാവും. ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.
കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 9633 655 79.